കല്ലുവിൻ്റെ സ്വന്തം പി.കെ. ഭാഗം 11. ജോൺ സാമുവൽ എന്ന സംവിധായകൻ്റെ മനസ്സിൽ എന്തൊക്കെയോ വിഷമങ്ങൾ തിങ്ങി നിൽക്കുന്നത് പോലൊരു തോന്നൽ കണ്ണനിലുണ്ടായി. എന്താണതെന്ന് ചോദിക്കാനുള്ള ധൈര്യം അന്നേരം അവൻ്റെ വാക്കുകൾക്ക് ഉണ്ടായിരുന്നില്ല. ഇത്രയും പേരും പ്രശസ്തിയും പണവുമെല്ലാം ഉണ്ടായിരുന്നിട്ടുകൂടി എന്തു വിഷമമാണ് അദ്ദേഹത്തെ അലട്ടിയിരുന്നതെന്നവൻ സ്വയം ആലോചിക്കാൻ തുടങ്ങി. കുറച്ചു നേരത്തെ മൗനത്തെ വെടിഞ്ഞുകൊണ്ട് അവൻ ചോദിച്ചു, "സാർ?" ഒരു നെടുവീർപ്പിട്ടുകൊണ്ട് ആ കാഴ്ചയിൽ നിന്നും പിൻവലിഞ്ഞുകൊണ്ടയാൾ കണ്ണനെ തിരിഞ്ഞു നോക്കി. ജോൺ സാമുവൽ. അതെ, കാഴ്ചക്കാർക്കും കേൾവിക്കാർക്കുമെല്ലാം സമ്പന്നൻ. ഒറ്റ നോട്ടത്തിൽ പേരും പ്രശസ്തിയും എല്ലാം കുന്നുകൂടി കിടക്കുന്ന ദ ഫേമസ് ഡയറക്ടർ ജോൺ സാമുവൽ. അങ്ങനെ അറിയൂ. സംവിധാനം എൻ്റെ പാഷനാണ്. എങ്കിലും ഞാൻ ഒരിക്കലും എൻ്റെ കുടുംബത്തെ മറന്നിട്ടില്ലായിരുന്നു. എൻ്റെ ഇളയ മകൻ അലക്സ് സാമുവലിനെ ഞാൻ ഒരുപാട് സ്നേഹിച്ചാണ് വളർത്തിയത്. അവൻ്റെ ഏതാഗ്രഹവും ഞാൻ സാധിപ്പിച്ചു കൊടുക്കുമായിരുന്നു. എന്നിട്ടും അവൻ... വീണ്ടും നിശബ്ദത. ആ നിശബ്ദതയിൽ കണ്ണൻ്റെ ആകാംക്ഷ കൂടിക്കൂടി വന്നു. ഒരു പരിചയവുമില്ലാത്ത തന്നോടിതെല്ലാം പറയുന്നതിൻ്റെ ആവശ്യകത എന്താണെന്ന് അവന് ഒരു പിടിയും കിട്ടുന്നുണ്ടായിരുന്നില്ല. എങ്കിലും അവൻ അദ്ദേഹത്തെ ആശ്വസിപ്പിക്കാനായി ശ്രമം തുടങ്ങി. "എന്താണ് സാർ? എന്താണെങ്കിലും എന്നോട് പറഞ്ഞോളൂ." കണ്ണനും കൂട്ടുകാരും തല്ലിയ ശേഷം അവനെ അവൻ്റെ ചില ഫ്രണ്ട്സുകൾ ചേർന്ന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരുന്നു. അവൻ്റെ വിവരമറിഞ്ഞ് ഞാൻ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ നിന്നും ഓടി വരികയായിരുന്നു. ഇത്രയും പേരും പ്രശസ്തിയുമുള്ള എൻ്റെ മകനെ തല്ലാനുള്ള ധൈര്യം ആർക്കാണുള്ളതെന്ന അഹങ്കാരവും വാശിയുമായിരുന്നു അപ്പോൾ എന്നിൽ നിറഞ്ഞു നിന്നിരുന്നത്. ആ വാശിയിലാണ് നിങ്ങൾക്കെതിരെ ആക്ഷൻ എടുക്കാൻ ഞാൻ SIയോട് ആവശ്യപ്പെട്ടത്. എന്നാൽ ഡോക്ടറുടെ ചില റിപ്പോർട്ടുകളിലൂടെയാണ് ഞാനൊരു സത്യം മനസ്സിലാക്കിയത്. എന്ത് സത്യം? ഹി വാസ് അഡിക്റ്റഡ് ടു ഡ്രഗ്സ്. അത് കേട്ടപ്പോൾ ആദ്യമൊന്ന് ഞെട്ടി നിന്നെങ്കിലും പണക്കാരൻ കൊച്ചുങ്ങൾക്ക് ഇതെല്ലാം പതിവുള്ള കാര്യമല്ലേ എന്നൊരു ഭാവത്തോടെ അവൻ ബാക്കി കൂടി കേൾക്കാനായി കാതുകൾ കൂർപ്പിച്ചു നിന്നു. "അതെ, എൻ്റെ മകൻ, ഞാൻ ലാളിച്ചു സ്നേഹിച്ചു വളർത്തിയ എൻ്റെ മകൻ ഒരു ഡ്രഗ് അഡിക്റ്റ് ആണെന്നറിഞ്ഞപ്പോൾ എൻ്റെ ചങ്ക് തകർന്നു പോയി മിസ്റ്റർ. അവൻ്റെ ബ്ലഡ് ടെസ്റ്റിൽ നിന്നുമാണ് ആ വിവരം ഡോക്ടർ മനസ്സിലാക്കിയത്. ഒരു പക്ഷേ ആ സംഭവം അന്ന് അവിടെ അരങ്ങേറിയില്ലായിരുന്നുവെങ്കിൽ ഇന്നെൻ്റെ മകൻ്റെ സ്ഥിതി ഇതിലും ദയനീയമായി മാറിയേനെ. ഇന്നെൻ്റെ മകൻ പൂർണ്ണ വിശ്രമത്തിലാണ് കണ്ണ. അതിന് അറിഞ്ഞോ അറിയാതെയോ കാരണക്കാരനായത് കണ്ണനും കൂട്ടുകാരുമാണ്. അതിൽ ഞാൻ കടപ്പെട്ടിരിക്കുന്നത് സത്യത്തിൽ നിങ്ങളോടാണ്." അയാൾ സ്നേഹത്തോടെ കണ്ണുകൾ ഈറനണിയിച്ചുകൊണ്ട് അവൻ്റെ മുൻപിൽ നിന്നു. ആ നിമിഷം അദ്ദേഹത്തെ എങ്ങനെ സമാധാനിപ്പിക്കണമെന്നറിയാത്തൊരവസ്ഥയിലായിരുന്നു അവനും നിന്നത്. എങ്കിലും ആ വലിയ മനുഷ്യൻ്റെ കണ്ണുനീർ ആ മനസ്സിനെയും നേരിയൊരു ആശ്വാസമുണ്ടാക്കിയെടുത്തു. "അരുത് സാർ, എന്നെപ്പോലൊരാളുടെ മുൻപിൽ സാർ ഒരിക്കലും..." അവൻ പെട്ടെന്ന് ആ കൈകളിൽ ചേർത്ത് പിടിച്ചുകൊണ്ട് ആശ്വസിപ്പിച്ചു. അന്നേരം അവൻ്റെ മുൻപിൽ നിന്നിരുന്നത് മലയാള സിനിമയുടെ ഫേമസ് ഡയറക്ടറായ ജോൺ സാമുവൽ എന്ന സംവിധായകനായിരുന്നില്ല. മറിച്ച് മകനെ അകമഴിഞ്ഞു സ്നേഹിക്കുന്ന വാത്സല്യം നിറഞ്ഞൊരച്ഛൻ്റെ മുഖമായിരുന്നു അവിടെ അവന് കാണാൻ കഴിഞ്ഞത്. പോക്കറ്റിൽ നിന്നും ഒരു തൂവാല എടുത്തുകൊണ്ട് അദ്ദേഹം കണ്ണുകൾ തുടച്ചു. തലമുടിക്ക് മുകളിൽ കയറ്റി വെച്ചിരുന്ന കൂളിംഗ് ഗ്ലാസ് എടുത്തുകൊണ്ടയാൾ ഫ്രെയിമിൽ പതുക്കെയൊന്നൂതി. അതിനുശേഷം വീണ്ടും അത് കണ്ണുകൾക്ക് അലങ്കാരമായി എടുത്തണിഞ്ഞു. "കണ്ണ, താനും കൂട്ടുകാരും ഇനിയെങ്കിലും ഭയപ്പെടാതെ ഞങ്ങളുടെ ലൊക്കേഷനിലേക്ക് വരണം. നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന ഹെൽപ്പുകളെല്ലാം ഞങ്ങൾക്ക് വേണ്ടി ചെയ്തു തരണം. ഈ സിനിമ എൻ്റെ ഒരു വെല്ലുവിളി കൂടിയാണ്. നവാഗതർക്ക് അവസരം നൽകിക്കൊണ്ടുള്ള ഒരു ഫാമിലി എൻ്റർടൈൻമെൻറ്റ് ഫിലിം. അതാണ് എൻ്റെ ലക്ഷ്യം. എന്താ, വരില്ലേ കണ്ണ?" അപ്രതീക്ഷിതമായ ആ ചോദ്യത്തിൻ്റെ മുൻപിൽ കണ്ണൻ ഒന്ന് പതറി നിന്നു. അദ്ദേഹത്തോട് എന്ത് മറുപടി പറയണമെന്നറിയാതെ അവൻ്റെ മനസ്സിടുന്ന് തുള്ളിച്ചാടാൻ തുടങ്ങി. താനും കൂട്ടുകാരും ഏറെ ആഗ്രഹിച്ചിരുന്നതാണ് അവിടെ എത്താൻ. പക്ഷേ കാരണമില്ലാത്ത ഒരു ഭയത്തിൻ്റെ പേരിൽ ഇത്രയും ദിവസം അവിടെ നിന്നും അകന്നു നിന്നു. ഇനിയും അതിൻ്റെ ആവശ്യമില്ലെന്ന കാര്യം ഈ വലിയ മനുഷ്യൻ നേരിട്ട് വന്ന് പറഞ്ഞ സ്ഥിതിക്ക് ഇനി കൂടുതലൊന്നും ആലോചിക്കാനില്ലെന്ന ചിന്തയോടെ അവൻ നിറഞ്ഞ പുഞ്ചിരിയോടെ തന്നെ അതിന് മറുപടി നൽകി. "അതിന് പ്രത്യേകം പറയാനുണ്ടോ സാറേ? സാറ് നാളെ കാലത്ത് തന്നെ സെറ്റിലെത്തുമ്പോൾ ഞങ്ങൾ അവിടെ ഉണ്ടായിരിക്കും. ഇത് കണ്ണൻ്റെ വാക്കാണ്. ഇത് ഞങ്ങളുടെ ഈ നാടിൻ്റെ തന്നെ ഒരാഘോഷമാണ് സാറേ." ആ സന്തോഷത്തിൽ തന്നെ അവനോട് യാത്ര പറഞ്ഞുകൊണ്ട് അദ്ദേഹം അവിടെ നിന്നും തിരിച്ച് കാറിൽ കയറിപ്പോയി. ഇത്രയും നാൾ പേടിച്ചിരുന്നതെല്ലാം വെറുതെയായിരുന്നല്ലോ എന്ന് ഉരുവിട്ടുകൊണ്ടവൻ അവിടെ നിന്നും തുള്ളിക്കളിക്കാൻ തുടങ്ങി. ആളൊഴിഞ്ഞ ഇടമായതിനാൽ അവൻ്റെ നൃത്തം ആരും കാണാൻ അവിടെ ഉണ്ടായിരുന്നില്ല. വിവരം അറിഞ്ഞ ഉടനെ തന്നെ കണ്ണൻ എല്ലാവരെയും ഫോണിൽ വിളിച്ചു. ഒരു സർപ്രൈസ് ഉണ്ടെന്നല്ലാതെ മറ്റൊന്നും അവരോട് പറയാനായി അവൻ ഉദ്ദേശിച്ചിരുന്നില്ല. എല്ലാവരും ആ ഗ്രാമത്തിലെ വായനശാലയുടെ പിറകിലുള്ള ആൽമരച്ചുവട്ടിലെ പൊളിഞ്ഞു വീണു കിടന്നിരുന്ന ഒരു അത്താണിക്കല്ലിൽ സ്ഥാനമുറപ്പിച്ചുകൊണ്ട് അവനു വേണ്ടി കാത്തിരിക്കുകയായിരുന്നു.
പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിരിക്കുകയല്ലാതെ കാര്യമെന്തെന്നൊരു രൂപവുമില്ലാതെ അവർ കണ്ണൻ്റെ വരവിനായി കാത്തിരുന്നു. നിമിഷങ്ങൾക്കകം അവരുടെ കൺമുന്നിലേക്ക് സുന്ദരി ഓട്ടോറിക്ഷ പാഞ്ഞു വന്നു നിന്നു. ആ വരവ് കണ്ടതും സതീശനും ബാബുവും സുബ്രുവുമെല്ലാം വളരെ ആകാംക്ഷയോടെ അവനെ നോക്കി അവിടെ നിന്നും എഴുന്നേറ്റു. നിറഞ്ഞ പുഞ്ചിരിയിൽ വണ്ടിയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി വന്ന കണ്ണൻ്റെ മുഖത്തെ സന്തോഷം കണ്ടപ്പോൾ എല്ലാവരുടെയും ആകാംക്ഷ ഒന്നുകൂടി ഇരട്ടിച്ചു. നീ എന്താ കണ്ണ പെട്ടെന്ന് തന്നെ കാണണമെന്ന് പറഞ്ഞത്? അല്പം മുൻപല്ലേ നമ്മളൊക്കെ സംസാരിച്ച് പിരിഞ്ഞുപോയത്. അതിനിടയ്ക്ക് പെട്ടെന്ന് അവിടുന്ന് ഒരു സർപ്രൈസ്. തീരെ ക്ഷമയില്ലാതിരുന്ന സതീശിന് ചിരിച്ചു നിൽക്കുന്ന കണ്ണനിൽ നിന്നും പെട്ടെന്നുള്ള ഉത്തരമായിരുന്നു ആവശ്യമുണ്ടായിരുന്നത്. എടാ നിന്ന് കിണിക്കാതെ കാര്യം എന്താന്ന് വെച്ചാൽ പറയടാ. അവൻ താടിയും ചൊറിഞ്ഞുകൊണ്ട് അവൻ്റെ അടുത്തേക്ക് നീങ്ങിച്ചെന്നു. ധൃതി വെക്കല്ലേ സതീശ, ഞാൻ പറയാം. നാളെ മുതൽ നമ്മളെല്ലാവരും വീണ്ടും ആ ഷൂട്ടിംഗ് ലൊക്കേഷനിലേക്ക് തന്നെ ഒന്ന് പോയി തുടങ്ങിയാലോ? അവൻ്റെ നിർത്തിയുള്ള സംസാരം കേട്ടപ്പോൾ സുബ്രു ഒന്നും മനസ്സിലാകാത്തതുപോലെ വാ പൊളിച്ചുകൊണ്ട് അവനെ ഒന്ന് സൂക്ഷിച്ചു നോക്കി. 3 പേരുടെയും മുഖത്ത് യാതൊരു ഭാവവ്യത്യാസവും ഉണ്ടായില്ലെന്ന് മാത്രമല്ല, അവരാരും അത് വലിയ കാര്യമാക്കാതെ അവനെ തന്നെ സംശയത്തോടെ നോക്കി. കുറച്ചു നേരം കൊണ്ട് നിന്റെ നട്ട് വല്ലതും ലൂസായടാ കണ്ണ എന്ന് വിളിച്ചുകൊണ്ട് ബാബു നിന്ന് ചിരിക്കാൻ തുടങ്ങി. ഇതാണോടാ ഇത്ര വലിയ സർപ്രൈസ് എന്ന രീതിയിൽ സതീശൻ്റെ ഉണ്ടക്കണ്ണുകൾ അവനെ തുറിച്ചു നോക്കി. എടാ നടക്കണ കാര്യം വല്ലതും പറയാൻ ശ്രമിക്കേ. ആ ജോൺ സാറിൻ്റെ മുന്നിലെങ്ങാനും ചെന്ന് പെട്ടാൽ മതി. മകനെ തല്ലിയതിൻ്റെ പലിശയും മുതലുമെല്ലാം ചേർത്ത് അങ്ങേര് നല്ലൊരു തുക തന്നെ എല്ലാവർക്കും കയ്യിൽ വെച്ച് തരും. അത് മേടിച്ചു കൂട്ടാനാണോ നീ ഞങ്ങളെ കൂടി വിളിക്കുന്നത്? സതീശൻ്റെ വാക്കുകൾ കേട്ട് കണ്ണൻ അറിയാതെ പൊട്ടിച്ചിരിക്കാൻ തുടങ്ങി. എടാ താടി, ഞാൻ മുഴുവൻ പറഞ്ഞു തീർന്നില്ല. നമ്മളെല്ലാവരും കവലയിൽ വെച്ച് പിരിഞ്ഞതിന് ശേഷം ഒരു സംഭവം നടന്നു. എന്ത് സംഭവം? മലയാള സിനിമയുടെ അഭിമാനമായ പ്രശസ്ത സംവിധായകൻ ശ്രീ ജോൺ സാമുവൽ എന്ന ജോൺ സാറും ഞാനും തമ്മിൽ വലിയൊരു ചർച്ച നടത്തിയിട്ട് വരുന്ന വഴിയായത്. ചർച്ചയോ? അതും ജോൺ സാറുമായോ? നീ വല്ല പകൽ സ്വപ്നവും കണ്ടോടാ? ഇല്ലട സുബ്രു, ഞാൻ പറയുന്നത് സത്യമാണ്. ഈ പകൽ പോലെ സത്യം. നീ ഇങ്ങനെ വളച്ചു കെട്ടാതെ നേരെ ചൊവ്വേ കാര്യം പറയടാ കണ്ണ. സതീശൻ്റെ ക്ഷമ നശിക്കാൻ തുടങ്ങുന്നതിന് മുമ്പേ അവൻ അവിടെ നടന്ന സംഭവങ്ങളെല്ലാം കൃത്യമായി വിവരിച്ചു പറഞ്ഞു. അവൻ പറയുന്ന ഓരോ കാര്യങ്ങളും കേട്ടുകൊണ്ടിരിക്കുമ്പോൾ സുബ്രുവിൻ്റെയും ബാബുവിൻ്റെയും എല്ലാം കണ്ണുകളിൽ അത്ഭുത പെരുമഴ നിറഞ്ഞൊഴുകാൻ തുടങ്ങി. കാര്യങ്ങളെല്ലാം വ്യക്തമായി ഗ്രഹിച്ചു കഴിഞ്ഞപ്പോൾ എല്ലാവരുടെ മുഖത്തും ഒരു പ്രഭ ചൊരിഞ്ഞതുപോലെയായിരുന്നു. ഇനി ആരെയും പേടിക്കേണ്ടതില്ലല്ലോ എന്ന തീരുമാനത്തോടെ അവരെല്ലാവരും ഒരു മനസ്സോടെ ഉറപ്പിച്ചു. സതീശനും കണ്ണനും ഉത്സാഹത്തോടെ പരസ്പരം കൈകൾ കൂട്ടിയടിച്ചു. സുബ്രു സന്തോഷം കൊണ്ട് ബാബുവിനെ എടുത്ത് പൊക്കിയൊന്ന് വട്ടം കറക്കി. അവിടെയെല്ലാം ഓടി നടന്ന് അവൻ കൂകി വിളിച്ചു. എന്നാ പിന്നെ നാളെ മുതൽ നമ്മൾ വീണ്ടും ലൊക്കേഷനിലേക്ക്. ഹയ്യട ഹയ്യാ. ആ സമയം അവരുടെ സന്തോഷത്തിനും ബഹളത്തിനും അതിരുണ്ടായിരുന്നില്ല. കുറച്ചു നിമിഷത്തേക്ക് അവരുടെ എല്ലാം മനസ്സ് നേരിയ കുളിർക്കാറ്റ് വീശിയടിച്ചൊരു പ്രതീതിയിലായിരുന്നു. ആൽമര ചുവട്ടിലെ ഇലകളുടെ കാറ്റിനും അന്നേരം അത്രമേൽ തണുപ്പുള്ളതുപോലെ അവർക്ക് അനുഭവപ്പെട്ടു. നേരം പുലർന്നു. പതിവിലും നേരത്തെ തന്നെ കണ്ണൻ ഉണർന്നിരുന്നു. പുതിയൊരു തുടക്കം എന്നതുപോലെ അവൻ്റെ ഉത്സാഹവും ഉന്മേഷവും കണ്ട മാത്രയിൽ തന്നെ കല്ലുവിൻ്റെ ഉള്ളിൽ ഒരുപാട് ചോദ്യങ്ങൾ ഉയർന്നു വന്നെങ്കിലും അതൊന്നും തൽക്കാലത്തേക്ക് പുറത്തേക്ക് എടുക്കാതവൾ അതെല്ലാം മനസ്സിൽ തന്നെ കുഴിച്ചു മൂടിയിട്ടു. എന്തു ചോദിച്ചാലും തൃപ്തികരമായൊരു മറുപടി കണ്ണേട്ടനിൽ നിന്നുണ്ടാവില്ലെന്നറിയാവുന്നത് കൊണ്ടവൾ ഒന്നും ചോദിക്കാനോ പറയാനോ നിൽക്കാതെ അവന് വേണ്ടതെല്ലാം ചെയ്തു കൊടുത്തു. കുളി കഴിഞ്ഞിറങ്ങിയ ശേഷം വേഗത്തിൽ അവിടേക്ക് പോകാനുള്ള തത്രപ്പാടിൽ അവൻ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുവെന്ന് വരുത്തിയ മട്ടിൽ പെട്ടെന്ന് അവിടെ നിന്നും എഴുന്നേറ്റ് കൈ കഴുകിക്കൊണ്ട് അവിടെ നിന്നും ഇറങ്ങിപ്പോയി. കല്ലു, ഞാൻ ഇറങ്ങുവാണേ എന്ന സ്ഥിരമായ പല്ലവി പാടിക്കൊണ്ട് അവൻ ആ വീടിൻ്റെ പടി കടന്നുപോയി. എവിടേക്കാണെന്നോ എന്തിനാണെന്നോ തുടങ്ങിയ ചോദ്യങ്ങൾ കണ്ണേട്ടൻ ഒരിക്കലും കേൾക്കാൻ താല്പര്യമില്ലാത്തതാണെന്ന കാര്യം അവൾക്ക് നന്നായി അറിയാമായിരുന്നു. ആരോടും പരാതിയും പരിഭവവും പറയാനില്ലാതെ അവൾ കുഞ്ഞിൻ്റെ നെറ്റിയിൽ അധരങ്ങൾ ചേർത്ത് വെച്ചു. ഷൂട്ടിംഗ് സൈറ്റിൽ എല്ലാവരും ആദ്യത്തേതിനേക്കാൾ ഉത്സാഹത്തോടെയാണ് പ്രവർത്തിച്ചിരുന്നത്. ഒരു സിനിമ എന്നത് ഒത്തിരി പേരുടെ ജീവിതത്തിൻ്റെയും അധ്വാനത്തിൻ്റെയും ഫലമാണെന്ന സത്യം കണ്ണൻ അവിടെ നടക്കുന്ന ഓരോ കാഴ്ചകളിൽ നിന്നും വ്യക്തമായി മനസ്സിലാക്കി. ക്യാമറയ്ക്ക് പിറകിൽ നിൽക്കുന്നവരുടെ ഓരോ ചലനങ്ങളും അവൻ്റെ കണ്ണുകളിൽ പുതിയ പുതിയ അനുഭവങ്ങളായി മാറി. ജോൺ സാറുമായും സുഗുണൻ സാറുമായെല്ലാം അവൻ കുറഞ്ഞ ദിവസത്തിനുള്ളിൽ വലിയ കൂട്ടായി കഴിഞ്ഞിരുന്നു. സുബ്രുവും ബാബുവും ഏറ്റവും കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്ന് പാചക മേഖലയിലായിരുന്നു. ഓരോ ദിവസത്തെയും ഭക്ഷണത്തിൻ്റെയും മെനു അന്വേഷിക്കുന്നതിലും അവന്മാർ വലിയ രസം കണ്ടിരുന്നു. സതീശന് കൂടുതൽ താല്പര്യമുണ്ടായിരുന്നത് ഫൈറ്റ് സീനുകളോടായിരുന്നു. എന്നാൽ ഫാമിലി എൻ്റർടൈൻമെൻറ്റ് ചിത്രത്തിൽ അതിനുള്ള സന്ദർഭങ്ങൾ കുറവായതുകൊണ്ട് അവന് ചില നേരത്തെല്ലാം ഷൂട്ടിംഗ് ലൊക്കേഷൻ വലിയ ബോറിംഗ് ആയി തുടങ്ങി.
എങ്കിലും പ്രത്യേകിച്ച് വേറെ പണിയൊന്നുമില്ലാത്തതു കാരണം അതുതന്നെ ശരണം എന്ന മട്ടിൽ അവനും അവിടെയെല്ലാം നടന്നു. ശ്രീധരൻ നായർ എന്ന തൻ്റെ അച്ഛൻ്റെ ഇടയ്ക്കുള്ള സന്ദർശനം കണ്ണനെ അലോസരപ്പെടുത്തിയിരുന്നെങ്കിലും പരസ്പരം രണ്ട് അപരിചിതരെ പോലെയായിരുന്നു അവർ അവിടെ ചിലവഴിച്ചിരുന്നത്. അച്ഛൻ്റെ മുൻപിൽ കേമത്തരം കാണിക്കാനുള്ള ഒരു സന്ദർഭവും അവൻ പാഴാക്കിയിരുന്നില്ല. അച്ഛൻ കാണെ ജോൺ സാറുമായി അവൻ കൂടുതൽ അടുപ്പം കാണിക്കുമ്പോൾ അച്ഛനേക്കാൾ ഉയരത്തിൽ തന്നെയാണ് ഞാൻ എന്നതായിരുന്നു അവൻ്റെ ആ ഇളക്കം തട്ടാത്ത മനസ്സിലെപ്പോഴും നിറഞ്ഞു നിന്നിരുന്നത്. എല്ലാവരും ഷൂട്ടിംഗ് ആരംഭിക്കാനുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയാക്കി കാത്തിരിപ്പ് തുടങ്ങിയിട്ട് ഏകദേശം 1 മണിക്കൂറിലേറെയായി. സമയത്തിൻ്റെ കൃത്യനിഷ്ഠയുടെ കാര്യത്തിൽ ജോൺ സാറിനെ മറികടക്കാൻ ആർക്കും കഴിയുമായിരുന്നില്ല. ഷൂട്ടിംഗ് സൈറ്റിൽ അദ്ദേഹം എപ്പോഴും വളരെ സ്ട്രിക്റ്റ് ആയിരിക്കും. അദ്ദേഹത്തെ ഏറ്റവും അടുത്തറിയാവുന്ന സുഗുണൻ സാറിനെ അതെല്ലാം വളരെ നന്നായി തന്നെ കൈകാര്യം ചെയ്യാനും അറിവുണ്ടായിരുന്നു. അതുകൊണ്ടാണ് 10-20 കൊല്ലമായിട്ടും എങ്ങും പോകാതെ നിഴൽ പോലെ ഇന്നും സുഗുണൻ സാറ് അദ്ദേഹത്തിനൊപ്പം നിൽക്കുന്നതിന് പിന്നിലുള്ള യഥാർത്ഥ ആത്മബന്ധം. ആർട്ടിസ്റ്റുകളോടെല്ലാം ഒരുപോലെയാണ് അദ്ദേഹം ഇടപഴകിയിരുന്നത്. അവിടെ താരതിളക്കത്തിൻ്റെ പദവിയോ പ്രതിഫലത്തിൻ്റെ മൂല്യമോ ഒന്നും തന്നെ അദ്ദേഹത്തിന് വിഷയമായിരുന്നില്ലെന്നതായിരുന്നു ഏറ്റവും വലിയ പ്രത്യേകതകളിലൊന്ന്. ഏതൊരു സിനിമ തീരുന്നതുവരെയും അവിടെയുള്ള ആളുകളുമായെല്ലാം അദ്ദേഹം വലിയ കൂട്ടായിരുന്നു. ഒരു കുടുംബം പോലെ പ്രവർത്തിക്കുക എന്നതായിരുന്നു ജോൺ സാറിൻ്റെ പ്രധാന കാഴ്ചപ്പാട്. തെറ്റു കണ്ടാൽ മുഖം നോക്കാതെ സംസാരിക്കുന്ന പ്രകൃതമായിരുന്നു അദ്ദേഹത്തിൻ്റേത്. അദ്ദേഹവുമായി ഒത്തൊരുമയോടെ പ്രവർത്തിച്ചു പോകാൻ കഴിയുന്നത് വളരെയേറെ കഠിനമായിരുന്നുവെന്ന് സിനിമാ മേഖലയിലെ പല പ്രവർത്തകരും പറഞ്ഞിട്ടുള്ള വെളിപ്പെടുത്തലുകളിൽ ഒന്നു മാത്രമായിരുന്നു. ജോൺ സാറ് കസേരയിൽ ഇരിപ്പ് തുടങ്ങിയിട്ട് കുറച്ചു നേരമായിരുന്നു. അദ്ദേഹത്തിൻ്റെ ക്ഷമ നശിക്കുന്നുവെന്ന് വ്യക്തമാകുന്നത് എപ്പോഴും ആ മൗനമായ ഇരിപ്പിലായിരുന്നു. കാലിന്മേൽ കാൽ കയറ്റി വെച്ചുകൊണ്ട് തലയും താഴ്ത്തി ഒരേ ഇരിപ്പാണ്. മുഷ്ടി ചുരുട്ടി കൈവിരലുകൾ ചലിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം പ്രശ്നപരിഹാരത്തിലാണെന്നത് വ്യക്തമായിരുന്നു. ലൈറ്റ്സ് എല്ലാം പോകുന്നതിന് മുമ്പേ ഇന്ന് തീർക്കേണ്ട ചില പ്രധാന രംഗങ്ങളുടെ തയ്യാറെടുപ്പുകളും പ്ലാനുകളുമെല്ലാം അദ്ദേഹം തലേന്ന് തന്നെ സുഗുണനുമായി ഡിസ്കസ് ചെയ്തിരുന്നതാണ്. എന്നാൽ ഈ നിമിഷം വരെയും ടൈറ്റിൽ റോളിലെ ജയരാമനെ അവതരിപ്പിക്കുന്ന നമ്മുടെ പുതുമുഖ നായകൻ ലൊക്കേഷനിലേക്ക് എത്തിയിട്ടില്ലെന്നതായിരുന്നു അദ്ദേഹത്തെ കൂടുതൽ അസ്വസ്ഥതയിലാക്കിയിരുന്നത്. പലകുറി നിർദ്ദേശങ്ങൾ നൽകിയിട്ടും അവൻ്റെ നിലപാടിൽ മാറ്റമില്ലാത്തത് അദ്ദേഹത്തെ ചൊടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. 1-2 തവണ അക്കാര്യം നമ്മുടെ നായകനെ സൂചിപ്പിച്ചതുമാണ്. സിനിമാ ഫീൽഡിലെ പരിചയക്കുറവ് കൊണ്ടോ അതുമല്ലെങ്കിൽ ഇപ്പോഴത്തെ യുവതലമുറകളല്ലേ എന്ന് തുടങ്ങിയ പരിഗണനകളെല്ലാം മറികടന്നിട്ടും ജോൺ സാർ ക്ഷമയോടെ കാത്തിരിക്കുന്നത് ഒരുപാട് പേരുടെ പ്രതീക്ഷയും ജീവിതവുമാണ്. ഓരോ സിനിമയും എന്നൊരൊറ്റ കാരണം കൊണ്ട് മാത്രമായിരുന്നു. കൃത്യം 8 മണിക്ക് ഷൂട്ട് തുടങ്ങുമെന്ന് അറിയിച്ചിട്ടും നായകൻ എത്താത്തതിൻ്റെ കാരണം അന്വേഷിക്കാൻ പറഞ്ഞയച്ച സുഗുണനെയും കാണാത്തതിൻ്റെ കലിപ്പിലായിരുന്നു അദ്ദേഹം. മേക്കപ്പ് എല്ലാം ഇട്ടുകൊണ്ട് കാത്തിരിക്കാൻ തുടങ്ങിയ മറ്റ് ആർട്ടിസ്റ്റുകളുടെ മുഖത്തും നിരാശ വന്നു തുടങ്ങിയിരുന്നു. ക്രെയിനിൽ ഉയർത്തിവെച്ച ക്യാമറയെ നിലത്തിറക്കാൻ ശ്രമിക്കുന്ന ക്യാമറമാൻ രാജേഷ് വർക്കലയും സ്റ്റിൽ ഫോട്ടോഗ്രാഫർ സജിയുമെല്ലാം ജോൺ സാറിൻ്റെ ശബ്ദത്തിനായി കാതോർത്തിരിക്കാൻ തുടങ്ങിയിട്ട് നേരം ഒത്തിരിയായിരിക്കുന്നു. ഇനിയും വൈകിയാൽ ഒരുപക്ഷെ ഇന്നത്തെ ഷൂട്ട് മറ്റൊരു ദിവസത്തേക്ക് മാറ്റിവെക്കേണ്ടി വരുമെന്നവരെല്ലാം ചിന്തിച്ചിരിക്കുന്നതിനിടയിലേക്കാണ് വിളറി വാടിയ മുഖവുമായി സുഗുണൻ സാറ് അവിടേക്ക് കയറി വന്നത്. അയാളെ കണ്ടതും ജോൺ സാറും മറ്റുള്ളവരുമെല്ലാം അയാൾക്കു ചുറ്റും വട്ടമളഞ്ഞു നിന്നു. എന്നതാടോ സുഗുണ നിന്ന് വിയർക്കണത്? പോയിട്ട് എത്ര നേരായി? ഭാവി സൂപ്പർ സ്റ്റാറിന് ഇനിയും ഇവിടേക്ക് എഴുന്നള്ളാനായില്ലേ? അത് പിന്നെ എന്നതാടോ കാര്യം? കാര്യം എന്നതാന്ന് വെച്ചാ പരുങ്ങാതെ നിന്ന് തെളിച്ചു പറ. സാറേ, അവൻ നമ്മളെല്ലാവരും ചതിച്ചു. ഇന്നലെ രാത്രിയിൽ അവൻ ഹോട്ടൽ മുറിയിൽ നിന്നും റൂം വെക്കേറ്റ് ചെയ്തു പോയെന്നാ അവിടുത്തെ മാനേജർ പറഞ്ഞു കേട്ടത്. ഞാൻ അവനെക്കുറിച്ച് കൂടുതൽ അന്വേഷിച്ചപ്പോൾ കിട്ടിയ വിവരം മറ്റൊന്നാണ്. അവൻ പ്രതിഫലം കൂടുതൽ തരാമെന്ന് പറഞ്ഞു വന്ന മറ്റൊരു സിനിമാക്കാരുമായി കമ്മിറ്റ്മെൻറ്റ് നടത്തിയത്രേ, അതും അന്യഭാഷാ ചിത്രത്തിൽ. ഓ ജീസസ്! അയാൾ കഴുത്തിൽ കിടന്നിരുന്ന കുരിശുമാലയിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു. ദേഷ്യം സഹിക്കവയ്യാതെ കയ്യിൽ പിടിച്ചിരുന്ന സിഗരറ്റ് കുറ്റിയെടുത്ത് ഇടതടവില്ലാതെ അയാൾ വലിച്ചുകൊണ്ടേയിരുന്നു. ശേഷം അതെടുത്ത് നിലത്ത് ചവിട്ടി അരച്ചു. വൃത്തികെട്ടവൻ! ആ നാറി എന്നെയല്ല, മലയാള സിനിമയാണ് ചതിച്ചത്. ഇവിടെ കൂടിയിരിക്കണം അത്രയും ആളുകളുടെ പ്രതീക്ഷ നശിപ്പിച്ചു കളഞ്ഞ അവനെ എങ്ങാനും എൻ്റെ കയ്യിൽ കിട്ടിയാൽ. കൈവിരലുകൾ മുറുക്കി പിടിച്ചുകൊണ്ട് അയാൾ അലറി. പല്ലുകൾ കൂട്ടിക്കടിച്ച് വിറങ്ങലിച്ചയാൾ നിന്നു. അദ്ദേഹത്തിൻ്റെ മട്ടും ഭാവവും കണ്ട് ചുറ്റും കൂടിയവരെല്ലാം ഒന്നും പറയുവാനാകാതെ വിഷമിച്ചു നിന്നു. ജോൺ സാറിൻ്റെ ദേഷ്യം നന്നായി അറിയാവുന്ന സുഗുണൻ അയാളെ അവിടെയുള്ള ചെയറിൽ സമാധാനത്തോടെ പിടിച്ചിരുത്താനായി ശ്രമിച്ചു. സാറ് വിഷമിക്കാതെ, പണം ഇന്ന് വരും, നാളെ പോകും. ഇതുവരെ ചിലവായതൊന്നും ഈ സുഗുണന് ഒരു പ്രശ്നമേ അല്ല. ഇതിൻ്റെ പേരിൽ സാറ് BP കൂട്ടാഞ്ഞാൽ മാത്രം മതി. ആ സത്യസന്ധമായ വാക്കുകൾ കേട്ട് ജോൺ അയാളുടെ മുഖത്തേക്കൊന്ന് നോക്കി. താനെപ്പോഴും അങ്ങനെയല്ലേ പറയൂ, പക്ഷേ എനിക്കിത് സഹിക്കാനാവില്ല.
നാട്ടിൽ വേറെ പയ്യന്മാരില്ലാഞ്ഞിട്ടല്ല ഞാൻ അവനെ തന്നെ ഈ സിനിമയുടെ ഹീറോയാക്കിയത്. എൻ്റെ കഥാപാത്രത്തിന് ഇണങ്ങിയ രൂപം ഒറ്റ നോട്ടത്തിൽ തന്നെ അവനെ ഞാൻ കണ്ടു. അത് പലപ്പോഴും ആ പൊന്ന മോൻ മുതലെടുത്തു. ഇവനാണോ നാളത്തെ സ്റ്റാർ ആകേണ്ടത്? നെവർ. ഇരുന്ന ഇരിപ്പിൽ നിന്ന് എഴുന്നേറ്റുകൊണ്ട് അയാൾ 2 അടി നടന്നു. പാൻറ്റിൻ്റെ പോക്കറ്റിൽ കൈകൾ തിരുകി വെച്ച് അയാൾ നേരെ മുന്നിലേക്ക് നോക്കിക്കൊണ്ട് ആത്മവിശ്വാസത്തോടെ പറഞ്ഞു, അവൻ പോയാൽ വേറൊരുത്തനെ വെച്ച് നമ്മൾ ഈ പടം പൂർത്തിയാക്കും. ഇതെൻ്റെ ചാലഞ്ച്. ഈ ജോണിനെ തോൽപ്പിക്കാൻ ആർക്കും കഴിയില്ല. എവറിത്തിങ് ഈസ് പാക്ക്ഡ് അപ്പ് ഫോർ ദ ടൈം ബീയിങ്. മനസ്സിൽ മറ്റെന്തൊക്കെയോ തീരുമാനങ്ങൾ എടുത്തതുപോലെ അയാൾ അവിടെ കാലുകൾ അമർത്തിയുറപ്പിച്ചു നിന്നു. 2 ദിവസങ്ങൾക്കു ശേഷം രാവിലെ തന്നെ എല്ലാവരും ലൊക്കേഷനിലേക്ക് എത്തി. ഷൂട്ടിംഗ് തൽക്കാലത്തേക്ക് പാക്കപ്പ് പറഞ്ഞ് അവസാനിപ്പിച്ച ജോൺ സാർ തന്നെയാണ് എല്ലാവരോടും സൈറ്റിലേക്ക് എത്താൻ ആവശ്യപ്പെട്ടിരുന്നത്. പുതിയൊരു നായകനെ കണ്ടെത്തുക എന്നത് അസാധ്യമായ കാര്യമാണെന്ന് എല്ലാവർക്കും നിശ്ചയമുണ്ടായിരുന്നു. അത്രയും ദിവസം ഷൂട്ട് നിർത്തിവെക്കുന്നതും വളരെ എക്സ്പെൻസീവായ കാര്യമായിരുന്നു. എന്നിട്ടും ജോൺ സാർ എന്തൊക്കെയോ തീരുമാനങ്ങൾ എടുത്തിരിക്കുന്നു. ആർക്കും ഒന്നിനെക്കുറിച്ചും ഒരു സൂചന പോലും നൽകാതെയാണ് ഷൂട്ട് തുടങ്ങാൻ അദ്ദേഹം നിർദ്ദേശം നൽകിയിരിക്കുന്നത്. നിമിഷങ്ങൾക്കകം എല്ലാവരും അവിടേക്ക് കടന്നു വന്നു. ജോൺ സാർ, സുഗുണൻ സാർ, ക്യാമറാമാൻ, അങ്ങനെ ആ നീളുന്ന കണ്ണികളെല്ലാം അവിടെ ആഗതമായപ്പോഴും എല്ലാവരുടെയും സംശയത്തിനുള്ള ഉത്തരം തേടിയിരുന്നത് അദ്ദേഹത്തിലേക്ക് മാത്രമായിരുന്നു. നായകനെ വെച്ചെടുക്കുന്ന ആദ്യത്തെ സീനെടുക്കാനായി അദ്ദേഹം ആ കൈകൾ മുന്നിലേക്ക് നീട്ടിപ്പിടിച്ചുകൊണ്ട് സ്വന്തം കണ്ണുകളിലൂടെ ആ രംഗം മനസ്സിലേക്ക് പതിപ്പിച്ചെടുക്കാനുള്ള ശ്രമത്തിലായിരുന്നു. ആ കാഴ്ച കണ്ടൊന്നും മനസ്സിലാവാതെ അന്നേരം ക്യാമറമാൻ അദ്ദേഹത്തോടായി ചോദിച്ചു, സാർ, നമ്മുടെ നായകൻ ഇതുവരെ ആരും ഇവിടേക്ക് വന്നില്ലല്ലോ സാർ. അയാളുടെ ചോദ്യം കേട്ടതും ജോൺ സാർ തിരിഞ്ഞു നിന്നുകൊണ്ട് പുഞ്ചിരിച്ചു. ആ കൈകൾ നീട്ടി മനയുടെ പടിപ്പുരയിലേക്ക് ലക്ഷ്യം വെച്ചു. ദാ, എല്ലാവരും സൂക്ഷിച്ചു നോക്ക്. ആ വരുന്നതാണ് നമ്മുടെ ഈ സിനിമയിലെ പുതിയ നായകൻ, PK. അദ്ദേഹത്തിൻ്റെ അത്യധികം ആത്മവിശ്വാസത്തോടെയുള്ള ആ മറുപടി കേട്ടപ്പോൾ ചുറ്റും കൂടി നിന്നവരെല്ലാം ആ കൈ ലക്ഷ്യം വെച്ച് നിർത്തിയിടത്തേക്കായി ഒരുപോലെ കണ്ണുകൾ കൂർപ്പിച്ചു നോക്കി. വെളുത്ത കസവ് മുണ്ടും ബ്രൗൺ നിറത്തിൽ വൈറ്റ് കളർ പൂക്കളാൽ നിറഞ്ഞിരിക്കുന്ന ഷർട്ടും ധരിച്ച് നെറ്റിയിൽ ചന്ദനക്കുറിയും തൊട്ട് ബൈക്കിൽ സതീശനെയും പിറകിലിരുത്തി അതിസുന്ദരനായി അവിടേക്ക് വന്നുകൊണ്ടിരുന്ന കണ്ണനെ കണ്ടപ്പോൾ എല്ലാവരും അമ്പരപ്പോടെ ഒന്ന് മിഴിച്ചു നിന്നു. അതിന് തൊട്ട് പിറകിലായി ബാബുവും സുബ്രുവും അവരെ ചേർന്നുകൊണ്ട് മറ്റൊരു ബൈക്കിലും അവിടേക്ക് കടന്നു വന്നു. അവൻ്റെ ബൈക്ക് പതിയെ മനയുടെ പടിപ്പുര കടന്ന് അകത്തേക്ക് പ്രവേശിച്ചു. സതീശൻ പിറകിൽ നിന്നും ഇറങ്ങിയവനെ നെഞ്ചു വിരിച്ചു നിന്ന് സന്തോഷത്തോടെ സ്വാഗതം ചെയ്തു. കണ്ണൻ വണ്ടിയിൽ നിന്നും വളരെ സ്റ്റൈലായി ഇറങ്ങി വരുന്നത് നോക്കി എല്ലാവരിലും പല ചോദ്യങ്ങൾ ഉയർന്നു വന്നെങ്കിലും ജോൺ സാറിൻ്റെ തീരുമാനം ഒരിക്കലും തെറ്റുകയില്ലെന്ന വിശ്വാസത്തോടെ എല്ലാവരും കണ്ണൻ്റെ വരവേൽപ്പിനെ സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്തു. എല്ലാവരും കാണുകെ അവൻ ജോൺ സാറിൻ്റെ കാൽക്കൽ തൊട്ട് അനുഗ്രഹം വാങ്ങിച്ചു. അവൻ്റെ ആ എളിമയിൽ വളരെയേറെ സന്തുഷ്ടനായ അദ്ദേഹം അവൻ്റെ ശിരസിൽ സ്നേഹപൂർവ്വം അനുഗ്രഹവും നൽകി. ഇതെല്ലാം വീക്ഷിച്ചുകൊണ്ട് തൻ്റെ അച്ഛനായ ശ്രീധരൻ നായരും അവിടെ നിൽപ്പുണ്ടെന്ന കാര്യം കണ്ണന് നന്നായി അറിയാമായിരുന്നു. ജോൺ സാറിൻ്റെ അനുഗ്രഹം വാങ്ങിച്ചുകൊണ്ടവൻ ആദ്യം തിരിഞ്ഞു നോക്കിയതും അച്ഛനെ തന്നെയായിരുന്നു. യാതൊരു പരിചയവും കാണിക്കാതെ തൻ്റെ ചെയ്തികളെ നോക്കി കണ്ടു നിൽക്കുന്ന അദ്ദേഹത്തെ അവൻ പുച്ഛത്തോടെ നോക്കിക്കൊണ്ട് ആ സിനിമയിൽ അവൻ ചെയ്യാൻ പോകുന്ന ആദ്യത്തെ ഷോട്ട് എടുക്കാനായി അവിടേക്ക് നടന്നു. എല്ലാവരുടെയും പ്രതീക്ഷകൾക്കപ്പുറമായിരുന്നു കണ്ണൻ്റെ അഭിനയ വിസ്മയം. കണ്ടു നിന്നവരെല്ലാം തന്നെ അവൻ ഒത്തിരി പ്രോത്സാഹനം നൽകി. സുബ്രുവും ബാബുവുമെല്ലാം ഓരോ ടേക്കെടുത്തു കഴിയുമ്പോഴും അവനെ പരിചരിക്കാൻ ബാല് പോലെ കൂടെ നിൽക്കാൻ തുടങ്ങി. മൊത്തത്തിൽ ലൊക്കേഷൻ പഴയതിനേക്കാൾ ആക്റ്റീവാകാൻ തുടങ്ങിയിരുന്നു. ഇതെല്ലാം ഒരു കാഴ്ചക്കാരനെ പോലെ നോക്കി നിന്നുകൊണ്ട് ഒന്നിനും പ്രതികരിക്കാതെ ശ്രീധരൻ നായരും അവരുടെ കൂട്ടത്തിൽ ഒരാളായി മാറി. ആ ദിവസത്തെ ഷൂട്ടിംഗ് തിരക്കുകളെല്ലാം അവസാനിച്ചു കഴിഞ്ഞു. എല്ലാവരും തിരക്കുകളെല്ലാം കഴിഞ്ഞുള്ള വിശ്രമത്തിലായിരുന്നു. അണിയറയുടെ പിന്നിൽ പ്രവർത്തിക്കുന്നവരെല്ലാം ഒരുമിച്ചൊരു ഗസ്റ്റ് ഹൗസിലായിരുന്നു താമസം. എന്നാൽ സുഗുണനും ജോൺ സാറും അവരിൽ നിന്നെല്ലാം വ്യത്യസ്തമായി എന്നും ഒരുമിച്ചാണ് കഴിഞ്ഞിരുന്നത്. മറ്റൊരു ഗസ്റ്റ് ഹൗസിൽ അവർ അവരുടെ സന്തോഷങ്ങളും അന്നത്തെ വിശേഷങ്ങളും പങ്കുവെക്കുന്നതിനിടയിലേക്കാണ് ക്യാമറാമാൻ രാജേഷ് വർക്കല അനുവാദം ചോദിച്ചുകൊണ്ട് അകത്തേക്ക് കടന്നു വന്നത്. ടേബിളിന് മുകളിൽ ഒരു ബോട്ടിൽ ബ്രാൻഡഡ് വിസ്കിയും പൊട്ടിച്ചു വെച്ച സോഡായും ഇരിക്കുന്നു. ഐസ് ക്യൂബുകൾ നിറച്ചു വെച്ച പാത്രം പൂർണ്ണമായും അടയ്ക്കാതെ അടുത്ത ഊഴത്തിനായി കാത്തിരിക്കും പോലെ പാതി തല തുറന്നിരിക്കുകയാണ്. പാതി കുടിച്ചു തീർത്ത 2 ചില്ലു ഗ്ലാസുകളും കയ്യിലേന്തി നിറഞ്ഞ പുഞ്ചിരിയോടെ പരസ്പരം നോക്കിക്കൊണ്ടിരിക്കുന്ന സുഗുണൻ സാറിനെയും ജോൺ സാറിനെയും കണ്ടപ്പോൾ അയാളൊന്ന് ജാള്യതയോടെ തല തടവിക്കൊണ്ട് ചോദിച്ചു, എനിക്ക് അകത്തേക്ക് വരാമല്ലോ അല്ലേ? യെസ്, തീർച്ചയായും. താൻ മടിക്കാതെ ഇങ്ങോട്ട് കയറി വാടോ. അയാൾ അനുവാദത്തോടെ അവിടേക്ക് കയറി. സുഗുണൻ സാറിന് തൊട്ടടുത്ത് കിടന്നിരുന്ന ഒഴിഞ്ഞ ചെയറിൽ സ്ഥാനം പിടിച്ചുകൊണ്ട് അവരെ നോക്കി ഒന്ന് മന്ദഹസിച്ചു.
ഇന്ന് ശരിക്കും ആഘോഷം തന്നെയാണ് അല്ലേ സാർ? കയ്യിലുള്ള വിസ്കിയുമായി പൊട്ടിച്ചിരിച്ചുകൊണ്ട് ജോൺ സാർ തലയാട്ടി. അതേടോ, ഇന്ന് ഞാൻ ഏറെ സന്തോഷിക്കുന്ന ദിവസമാണ്. അവസാനിച്ചെന്ന് കരുതിയിടത്തു നിന്നും ഈ ജോൺ സാമുവൽ വീണ്ടും ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന ദിവസം. അയാളുടെ പൊട്ടിച്ചിരിയിൽ തന്നെ ക്യാമറമാൻ ഉള്ളിൽ അടക്കി വെച്ചിരുന്ന അടുത്ത സംശയം പെട്ടെന്ന് എടുത്ത് പുറത്തേക്കിട്ടു. അല്ല സാർ, ഈ കണ്ണൻ എങ്ങനെയാ PK ആയത്? അത് കേട്ടതും കയ്യിലിരുന്നിരുന്ന ഗ്ലാസ്സിലെ മുഴുവൻ വിസ്കിയും അയാൾ ഒറ്റ വലിക്ക് കുടിച്ചു തീർത്തു. പിന്നെ രാജേഷ് വർക്കലയുടെ മുഖത്തേക്ക് നോക്കി നേർത്തൊരു പുഞ്ചിരി സമ്മാനിച്ചു.